മാന്യ സദസ്സിന് വന്ദനം. നമ്മളിവിടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയാൻ പോകുന്ന കഥ ഒരു മീൻ ഉണ്ടാക്കിയ കഥയെ പറ്റിയാണ്. ഒരു മീൻ ഉണ്ടാക്കാൻ പോകുന്ന കഥയെ പറ്റിയാണ്. അതെ. പണ്ടൊരു അമ്മൂമ്മ പണ്ടൊരു അമ്മൂമ്മ തന്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് രാത്രി ഇടിയപ്പത്തിന്റെ കൂടെ ഒരു മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ മീൻകറി ആയിരുന്നു ഫിഷ് മോളി. ചേച്ചിയുടെ പേര് മോളിയിലായിരുന്നു. അതുകൊണ്ടാണ് അതിന് ഫിഷ് മോളി എന്ന് പേര് കിട്ടിയത്. മേളിൽ വെച്ചു. കുട്ടി ഒന്ന് ചോദിച്ചു, അമ്മമ്മ ഫിഷ് എവിടെ, അമ്മമ്മ ഫിഷ് എവിടെയെന്ന്. മോളെ ഫിഷ് മോളിൽ, മോളെ ഫിഷ് മോളിൽ, ഫിഷ് മോളി. അങ്ങനെയാണ് ഈ പേരുണ്ടായത്. ഓക്കെ, എന്തൊരു ചളിയാന്നൊക്കെ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഫിഷ് മോളി. നമുക്കാദ്യം ഫിഷ് മോളി ഉണ്ടാക്കാം. ഇതിൽ കൂടുതൽ പറഞ്ഞ ചിലപ്പോൾ ഞാൻ പിന്നെ കൊല്ലും. അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മീന്, ഞാൻ വാക്ക് പറയുന്നില്ല, അതൊക്കെ വാക്ക് പറയാനുണ്ട്. നമ്മൾ ഫിഷ് എടുത്തിട്ട് എന്തോ ചെയ്തു വെച്ചായിരുന്നു, മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തത് ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു 30 മിനിറ്റ്സിന് അടുത്തോളം നമുക്ക് വേണം. ഇതിനാവശ്യമായ ചേരുവകൾ കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കുറച്ച് നാരങ്ങനീര്, ഇത്രയും നേരം കൂടെ വെച്ച് ഞങ്ങളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 30 മിനിറ്റ്സ് അറൗണ്ട് വേണം. പക്ഷെ സ്റ്റിൽ നമുക്കൊരു 20 മിനിറ്റ്സ് ആണ് വെച്ചത്, ടൈമിന്റെ പരിമിതികൾ മൂലം. അതിനുശേഷം നമുക്ക് എപ്പോഴും സ്ഥിരം ഇവിടെ കാണാതെ പോകുന്ന ലൈറ്റർ കിട്ടി. ഈ പാത്രം നമ്മൾ ഒന്ന് തിളപ്പിക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. 1 2 3 നമുക്ക് 4 പീസില്ലേ, അത് തികയത്തില്ല. അവിടെ കുറച്ചും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ല, നമുക്കത് പിന്നെ ഒഴിക്കാന്ന് പറയുന്നുണ്ട്. അല്ലല്ല, അത് അടുത്തത് മീൻ ഇടുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ആഡ് ചെയ്യാം. സെയിം പാൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതെല്ലാം മണ്ടി ഞാൻ പറഞ്ഞത് ഇപ്പൊ കറക്റ്റ്. ഷേപ്പ് കിട്ടിയില്ല നിനക്കത്, അതുകൊണ്ടാണോ? മീൻ വെക്കാനുള്ളത് 4 നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. മീഡിയം ഫ്ലെയിമിൽ ഇടാം, അത് ചൂടാവട്ടെ. മീൻ ഇടാം. നമുക്ക് ഇതിനകത്ത് ഫിഷ് വെക്കാം. നമ്മുടെ ഫിഷ് വെക്കാം. നാദ്രയുടെ സമ്മതപ്രകാരം ഞാൻ വെക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ വെച്ച മീൻ ഒരു 3 മിനിറ്റ് ഒരു സൈഡ് വേവണം. ലോ ഫ്ലെയിമിലല്ലേ ടൈം വെക്കുവാണ്. ഈ മീനെങ്ങാലും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഉണ്ടോ? വേറെ മീനില്ല. 2 ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലേ ഫസ്റ്റ്. നെയ്മീൻ അല്ല, നിങ്ങൾക്ക് വേറെ മീൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. വേറെ നമുക്ക് മീനൊക്കെ യൂസ് ചെയ്യട്ടോ. ഫിഷ് മോളിക്ക് നെയ്മീൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അങ്ങനെയാണ് ഞങ്ങളുടെ യൂട്യൂബിൽ പറയുന്നത്. അതെ, കരിമീൻ ഉപയോഗിക്കാം. 3 മിനിറ്റ് ആയില്ലേ? 3 മിനിറ്റ് ആയിട്ടില്ല. എനിക്ക് വേണം കുറച്ച് ലോ. 1 more minute. 1 മിനിറ്റ് ഉണ്ട്. ഒരു ഗെയിം കളിക്കാറുണ്ട് നമുക്ക്. ഞങ്ങളുടെ ഈ ഡിഷ് ഏറ്റവും മികച്ചതാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾ കപ്പടിക്കണം. നിങ്ങളെങ്കിലും ആഗ്രഹിക്കുന്നില്ലേ? അതെ, ഞങ്ങളെ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെങ്കിലും ആഗ്രഹിച്ചൂടെ എന്നൊക്കെ. നല്ല മറ്റേ സാധനം ഉണ്ടാകുന്ന തിരിക്കാറുണ്ടല്ലേ, നല്ല ചെയ്യണത്. ഇങ്ങനെ തിരിക്കാം. തിരിച്ചു അത് വിദഗ്ധമായി. പക്ഷെ എൻ്റെ കയ്യിലൊക്കെ കുറെ പൊട്ടിയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളത് ചെയ്തു. ഇതൊരു 3 മിനിറ്റ് അല്ലേ? ഇപ്പൊ ഏകദേശം കളർ സൈഡും ഒരു 3 മിനിറ്റ് നമുക്ക് വെക്കേണ്ടതാണ്. നമ്മൾ ഏകദേശം യൂട്യൂബർ കാണിക്കുന്ന അതേ സെയിം കളർ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ അടുത്ത സൈഡ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. വാവ്, ലുക്സ് ഫാന്റാസ്റ്റിക്. നല്ല. ഇനിയിപ്പം ടൈമിന്റെ ഇഷ്യൂടെ വേണമെങ്കിൽ ഇതിനെ കൊണ്ട് കൊടുക്കാം. സൈഡ് മേളിലാണ് ഇപ്പൊ വറുത്തതല്ലേ. നല്ല മീൻ പൊരിച്ച മണം, നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗൈസ്. നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇപ്പൊ ഇട്ടേക്കുന്നത്. നമുക്കിനി അടുത്ത് ഉണ്ടാക്കേണ്ട ചേരുവകളും ഈ എണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിനായി വിഷ്ണു, കാരണം ഏറ്റവും നല്ലത് നമ്മൾ വറുത്ത ഈ എണ്ണയിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. അതിനുള്ള കാരണം എന്താ അറിയോ? കാരണം മഞ്ഞപ്പൊടി യൂട്യൂബർ പറഞ്ഞിട്ടുണ്ട്. അതെ, മഞ്ഞപ്പൊടിയൊക്കെ അല്ല മറ്റേ ഒരു മസാല അതിനകത്ത് ഇതിലൊക്കെ എത്തുമല്ലോ, അപ്പൊ ആ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതിലേക്കായി പറഞ്ഞോളൂ. നമ്മൾ 4 ഏലക്ക, 6 കറുവപ്പട്ട, ഗ്രാമ്പു ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇടാം. നമ്മളിതിൽ മുളക് പൊടി ഇടാത്തത് കൊണ്ട് തന്നെ പച്ചമുളകാണ് ഇതിൻ്റെ എരിവ് നമുക്ക് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. ഞങ്ങളൊരു 4 എണ്ണം അരിഞ്ഞതാണ് ഇടുന്നത് കേട്ടോ. അന്ന് ഇളക്കി കുറച്ചാകുമ്പോഴത്തേക്കും
ഒരു സവാള. എന്നിട്ട് ഇതൊരു നീ ഒന്ന് ഗോൾഡൻ കളർ ആവണ്ട, ഗോൾഡൻ കളർ ആവുന്ന തൊട്ട് മുമ്പ് വരെ ഒന്ന് വശക്കി കൊടുക്കാം അല്ലേ. കറിവേപ്പില ഇത് ടീസ്പൂണാണ്, 1/2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. നന്നായിട്ടൊന്ന് വശക്കി കൊടുത്തിട്ട് സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലേ? അത് കറുവപ്പട്ട നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വേവണിലൊന്നിട്ട് സവള കുത്തി ഒടിക്കാൻ നോക്കണ്ട. വിഷ്ണു ആഗ്രഹപ്രകാരം വിഷ്ണു തന്നെ എത്തി. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇടാനാണ് വീഡിയോയിൽ പറഞ്ഞത്, പക്ഷേ ഓൾറെഡി കളറുണ്ട്. എന്നാലും അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി പേരിന്. അപ്പം ഓൾറെഡി നമ്മൾ മീനിലിട്ടിട്ടുണ്ടായിരുന്നു, വെറും പേരിന്. നമ്മുടെ ഈ പൊടികളുടെയൊക്കെ പച്ച സ്മെല്ലൊന്ന് മാറണമെന്ന് ഇളക്കാം, വഴറ്റി കൊടുക്കുക. നമ്മളപ്പോൾ ഇതൊന്ന് വഴറ്റി ഒരു അടി പിടിക്കാണ്ടൊന്ന് പെട്ടെന്ന് വഴറ്റിക്ക്. തേങ്ങയുടെ 2ാം പാലാണ് ഇത്. നമുക്ക് എന്താ മേടിച്ചതാണെങ്കിൽ കുറച്ച് വെള്ളം മിക്സ് ആക്കിയിട്ടാണ് ഒഴിക്കേണ്ടത്. 2ാം പാൽ ഒഴിച്ച ശേഷം ക്രഷ്ഡ് പെപ്പർ. അതെ, എന്തായി? യെസ്, കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. എന്നെ അല്ല, ഫിഷ് മോളിനെ തുടക്കം മുതൽ തുടങ്ങിയതായത്. ഞങ്ങൾ ചോദിക്കാൻ ഭംഗിയുണ്ടോ അല്ല, ഞാൻ ഫിഷ് മോളെ പറ്റി നോക്കി എങ്ങനെയുണ്ട് കാണാൻ. മോളി നന്നായിട്ടുണ്ട്, കാഴ്ചയിൽ ഗംഭീരം, മണത്തിലും അതിഗംഭീരം. മൂക്കടച്ചാളാണ് പറഞ്ഞത്. ഇനി കഴിച്ചുകൂടെ നോക്കിയാലേ ബാക്കി അറിയാൻ പറ്റും. ഇനി കഴിച്ചുകൂടെ നോക്കണം. അതെ, ഓക്കെ. ഇതെന്താ സംഭവം? ഫിഷ് മോളി നേരത്തെ ഓർഡർ ചെയ്തതാണോ? ഓർഡർ ചെയ്ത് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നതാണ്. നിങ്ങൾ ഓർഡർ ഇത്രയും ഭംഗിയായിട്ടൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ അല്ലേ? ഞെട്ടിച്ചില്ലേ നിങ്ങള്? വിഷ്ണു ഇവിടെ നമ്മുടെ ക്രൂ മെമ്പേഴ്സിനോട് താരടുത്ത് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കേട്ടു. നമ്മൾ നിങ്ങൾക്ക് ഷൂട്ട് കഴിഞ്ഞ് നേരത്തെ പോണം എന്ന് പറഞ്ഞില്ലേ? ഓർഡർ ചെയ്യാൻ. അവർ ഫിഷ് മോളി ഉണ്ടാക്കണേ, അത് ഓർഡർ ചെയ്ത് കൊടുക്കാൻ. വീട്ടിൽ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. അനീഷേട്ടും അപ്സരക്ക് നേരത്തെ പോണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും ലേറ്റ് ആവുന്ന സാരില്ലടാ, നീ കുക്ക് ചെയ്ത് എന്റെ കൈ കൊണ്ട് കുക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ ടേസ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോയാൽ മതി. എങ്ങനെയുണ്ട് കാഴ്ച? കാഴ്ചയിൽ ഗംഭീരമായിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴും കിടക്കും. ഗന്ധത്തിലും നന്നായിരിക്കുന്നു. ഇനി രുചിയും കൂടി. ഇനി ഒരു കഷ്ണം കൂടെ എടുത്ത് വെച്ചേ. അകപ്പാടെ 4 പീസേ ഉള്ളൂ. നമുക്ക് അവിടെ 4 പീസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് എനിക്ക്, ഒന്ന് വിഷ്ണുവിന്, ഒന്ന് ഷെഫിന്. ഒരെണ്ണം നിങ്ങള് ഷെയർ എടുക്കുമെങ്കിൽ ഓക്കെ. ഷർട്ട് എടുക്കാൻ വേണ്ടി ഫിഷാ? അല്ലല്ല, ഇത് 4 എത്തുമല്ലോ. തീർച്ചയായിട്ടും. ശരി, നിങ്ങൾ എന്ത് കഴിക്കണം ഞങ്ങൾ തീരുമാനിക്കാം. ഗുണമുണ്ട്. ഞങ്ങൾ മറന്നു പോട്ടെ എന്തുണ്ടാക്കണ്ടേന്നുള്ളത്. ഇല്ല, ഉപ്പൊക്കെ ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ബാക്കി എന്താ ചെയ്യണ്ടെന്നുള്ളത് മറന്നു പോകും. അതിന് മുമ്പ് നിങ്ങൾ വേഗം പോയിക്കോ. ഞാൻ എന്തായാലും ഇപ്പൊ കഴിക്കുന്നില്ല, ഞാൻ വെയിറ്റിംഗ് ആണ്. ഇത് അവിടെ വരുമ്പോ എങ്ങനെ ഉണ്ടാവും കാണാൻ വേണ്ടിട്ട്. നിക്കണോ പോണോ? ഇല്ല, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല. അതാണ്. തേങ്ങാപ്പാൽ ഒഴിക്കണേ ഇനി. അത് ഫസ്റ്റ് പാൽ, സെക്കൻഡ് പാൽ ഒഴിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് പാൽ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഗ്രേവി ആവും. അല്ല, ഗ്രേവി ആവും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. മനുഷ്യനാണ് തന്നേക്കണത്. നമുക്ക് അറിയില്ല ഇതിന്റെ. എനിക്ക് അല്ല, തേങ്ങാപ്പാൽ എന്നെ എടുത്തോളാം. ചെയ്തോളൂ, പാലൊക്കെ ഒഴിച്ചോളൂ, ഉപ്പ് നോക്കിക്കോളൂ. ഉപ്പ് കൂടുതലാണോ നോക്കണേ. അതെ, തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ വേറെ ലെവലിലേക്ക്. ഓക്കെ, ബൈ ബൈ. പരിസരത്ത് കാണരുത്. ഇത് ബാക്കി തക്കാളി മേളിൽ വെക്കണം. നമ്മൾ 1ാം പാൽ ഒഴിക്കുകയാണ്. തീ കുറച്ച്. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉടഞ്ഞു പോവാതിരിക്കാനായിട്ട് തവിയിട്ട് ഇളക്കണ്ട, പകരം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നാരങ്ങ പിന്നെ നാരങ്ങ 1/2 ടീസ്പൂൺ. യെസ് ഗൈസ്, അപ്പോൾ നമ്മളുടെ ഫിഷ് മോളി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ചട്ടിയിലേക്ക് മാറ്റുവാണ്. നിങ്ങൾ കാണുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഫിഷ് മോളി. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഷ് മോളി ചേച്ചിയുടെ ഫിഷ് മോളി. മേളിലിരിക്കാൻ ഞങ്ങൾ താഴത്തോട് ഇറക്കിയിട്ടുണ്ട്, അടുപ്പിലോട് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോയിൽ പറയണത് 1 മണിക്കൂർ വെച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. പക്ഷേ നമുക്ക് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് തൽക്കാലം അടച്ചു വെക്കാം. ഫിഷ് ഇളക്കല്ലേ.
ഗൈസ്, അപ്പോൾ നമ്മളുടെ ഫിഷ് മോളി Ready ആയിട്ടുണ്ട്. കാണാൻ അടിപൊളിയാണ്. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ടേസ്റ്റ് ചെയ്തു. ഗ്രേവി ഫിഷിന്റെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഇല്ല, അത് ഷെഫിന് കൊടുക്കാമെന്ന് ഷെഫിന് വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്. ഷെഫ് കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ. കൂടെ നമ്മൾ ഇടിയപ്പം സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇടിയപ്പം നമ്മൾ ഉണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് എടുത്താണ്. പക്ഷെ എന്നാലും ഇതിന്റെ കൂടെ ഏറ്റവും മാച്ചായിട്ട് പോണ നമുക്ക് ഫിഷ് മോളി ഓർഡർ ചെയ്താൽ മതി. മതിയായിരുന്നു. പക്ഷെ ഇതിലൂടെ ഏറ്റവും മാച്ചായി പോണ അപ്പോ ഇടിയപ്പം ഒക്കെയാണ്. പക്ഷെ നമ്മൾ വേറെ ടീം അപ്പം എടുത്തോണ്ട് ഞങ്ങൾ ഇടിയപ്പം ആക്കി. ബാക്കി നമുക്ക് അവിടെ കാണാം. ഓക്കെ, ബാ. നാദരയും വിഷ്ണുവും ആക്ച്വലി ഞാൻ ഞെട്ടി. കാരണം ശരാശരി വളരെ സിമ്പിൾ സാധനങ്ങളുമായിട്ട് ഇങ്ങനെ വന്ന് നമ്മളെ ഇങ്ങനെ എങ്ങനെങ്കിലും എസ്കേപ്പ് ആവുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ ഇന്ന് ഫിഷ് മോളിയൊക്കെ ചെയ്യാനെടുത്ത ചാലഞ്ച് വെൽ അപ്രീഷിയേറ്റഡ്. ഞാൻ പറയുകയും ചെയ്തായിരുന്നു ഇവർക്ക് ഒരു സ്പെഷ്യൽ ടാസ്ക് ആയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കണമെന്ന്. പക്ഷേ അതിന് മുമ്പായിട്ട് അവർ മുൻകൂട്ടി മൈൻഡ് റീഡ് ചെയ്ത് അതെ, ഇതാരാ ഫിഷ് മോളിയുടെ ഐഡിയ ആയിരുന്നു? ഓൾമോസ്റ്റ് എല്ലാ ഐഡിയാസും നാദ്രയുടെ. വല്ലപ്പോഴും ഒരു ഐഡിയ കൊടുക്കുക. അല്ല, ഡിസ്കസ് ചെയ്യും. ഞാൻ ചോദിക്കും ഓക്കെ ആണോ പറയും. വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പല ഡിഷ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഫിഷ് മോളി വെച്ചതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഫിഷ് കറി വെച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഉണ്ട്. ഏത് ടൈപ്പ് ഓഫ് ഫിഷ് കറി വെക്കുന്നത്? പുളിമുളകാണോ? മത്തി വെച്ചിട്ട് ഏത് ടൈപ്പ് ഓഫ് മീൻ കറി? തേങ്ങ ഇടാതെ മൊളീഷ്യൻ ടൈപ്പ്. നമ്മൾ ഈ കാസർഗോഡ്, എൻ്റെ ഉമ്മ പിന്നെ കാസർഗോഡ്. അതങ്ങ് ചെയ്യാറുണ്ട് എന്തായിരുന്നു? അതൊരു വിന്നിംഗ് ബെറ്റ് അല്ലേ? പക്ഷെ എന്നാലും ചലഞ്ചിങ് എടുക്കാൻ പറ്റിയ ഇത് ഫിഷ് മോളി. ഇത് കിട്ടില്ല, ഇത് പോയി. കിട്ടണം. അപ്പൊ ഇടിയപ്പവും ഫിഷ് മോളിയും നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഞങ്ങൾ ഫിഷ് മോളിയും ബ്രെഡ് ബ്രെഡ് അപ്പം ഒക്കെ ഉണ്ട്. പക്ഷെ അത് അതിനേക്കാൾ കുറച്ച് വെറൈറ്റി പിടിച്ചു. കൺഫ്യൂഷൻ അവിടെ വരുന്നല്ലേ? ബ്രെഡ് എങ്ങനെ ഫിഷ് മോളി പ്രിപ്പയർ ചെയ്ത്? ആദ്യം ഞങ്ങള് ഫിഷ് Marinate ചെയ്തു. മഞ്ഞപ്പൊടി, കുരുമുളക്, ഉപ്പ്, നാരങ്ങ നീരും കൂടെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തു നമ്മൾ. എന്നിട്ട് അത് ഫ്രീസറിൽ ഫ്രീസറിൽ വെച്ച് കുറച്ചെടുത്തേക്ക്. എന്നിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലോട്ട് ഫിഷ് ഇട്ട് വറുത്തു. വറുത്തു 3 മിനിറ്റ്സ് വെച്ചിട്ട് അത് അതേ എണ്ണയിൽ തന്നെ ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട വെച്ചിട്ട് വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ഇട്ട് വശക്കി. പിന്നീട് സവാള, പച്ചമുളക് അതിട്ട് വശക്കി. ശേഷം തേങ്ങാപ്പാലിൻ്റെ സെക്കൻഡ് പാൽ ഒഴിച്ചു. അത് കുറച്ചൊന്നതായപ്പം മീനിട്ടു. കുറച്ച് എങ്ങനെ തിളച്ചപ്പോൾ പിന്നെ ഒന്നാം പാലിട്ടു. തക്കാളി ഫിഷ് ഇട്ടു. നമ്മളത് സ്പൂൺ യൂസ് ചെയ്തില്ല, പാൻ കൊണ്ട് തന്നെ അതൊന്ന് മിക്സ് ആക്കിയിട്ട്. കാരണം പൊടിഞ്ഞു പോയാലോ എന്നുള്ളൊരു പേടിയായിരുന്നു. നാദരയും വിഷ്ണുവും ഇത്രയും നാൾ ട്രൈ ചെയ്തതിൽ വൺ ഓഫ് ദ നല്ല ഡിഷാണ്. രക്ഷപ്പെട്ടു. ട്രൈ ചെയ്ത് നോക്കി. കൈ മാറിപ്പോയി ഇവിടെ. താങ്ക് യു. താങ്ക് യു. നന്നായിട്ടോ? മറ്റേ വാവോട് ഇടിയപ്പത്തിനോട് കഴിച്ചു നോക്കിയാൽ പിന്നെ സൂപ്പർ ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നന്നായിട്ടോ?